നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ പാലക്കാട് കമ്പ റോഡിലെ കമ്പിൽ കമ്പ ഭാഗത്തായിട്ട്, അത് എനിക്ക് തോന്നുന്നു 10ാം വാർഡാണെന്ന് തോന്നുന്നു. അവിടുത്തെ റോഡിൻ്റെ മാസങ്ങളായിട്ടുള്ള റോഡിൻ്റെ അവസ്ഥയാണത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഭാഗത്ത്. മാസങ്ങളായിട്ടുണ്ടാവും. ഏകദേശം അതിലേറെ കൂടുതലായിട്ടുണ്ടാവും തോന്നുന്നു. ഏകദേശം 1 വർഷത്തിനടുത്തായിട്ടുണ്ട് എന്തായാലും. ഇതിനു മുമ്പ് തന്നെ ഒരു 5-6 മാസം മുൻപ് ഇതേ സ്ഥലത്തേക്ക് വെച്ച് ഒരു വീട് ചെയ്തിരുന്നു. ആ അവസ്ഥ കിടക്കുന്ന കാണണം. മഴക്കാലമായാൽ അവിടെ മഴവെള്ളം കെട്ടി നിന്നിട്ട് അവിടെ കുഴികളുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇരുചക്രത്തിൽ വരുന്നവർ, ബൈക്കിൽ വരുന്നവർ, അവർക്ക് പൊതുവെ ആർക്കും അറിയാൻ പറ്റില്ല. ഇരുചക്രത്തിൽ വരുന്നവർ ആ കുഴിയിൽപ്പെട്ട് എന്തായാലും അപകടങ്ങളുണ്ടാകും, വീഴാറുണ്ട്. അത് ഞാൻ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് 2 പ്രാവശ്യം വീഴാൻ പോയിരുന്നു ആ കുഴിയിൽപ്പെട്ടിട്ട്. ഏകദേശം മാസങ്ങളായിട്ട് എന്തായാലും അവിടുത്തെ മെമ്പറൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഒരു 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 എന്താ പറയുക, ലജ്ജാകരമല്ലേ മെമ്പർ. അത് താങ്കളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല. ഒരുപക്ഷെ മെമ്പറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. താങ്കൾക്കെങ്കിലും ബഹുമാനപ്പെട്ട മെമ്പറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ PWD ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് ആ റോഡ് ദയവ് ചെയ്ത് ആ റോഡ് നന്നാക്കണം. ഇനി മഴക്കാലം വരാൻ പോകുന്ന മഴ പെയ്താൽ ആ കുഴിയിൽ വെള്ളം കെട്ടുനിന്ന് അപകടങ്ങളുണ്ടാകുന്ന കാര്യം ഇരുചക്ര വാഹനക്കാർ ആ കുഴിയിൽപ്പെട്ട് വീഴും. ഇരുചക്രക്കാർ ആ കുഴിയിൽപ്പെട്ട് വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് 2 പ്രാവശ്യം വീഴാൻ പോയിട്ടുള്ള വ്യക്തി കൂടിയാണ്. എനിക്ക് ഒരു അനുഭവമുണ്ട്. നമുക്ക് ആ റോഡിൻ്റെ അവസ്ഥ കണ്ടു നോക്കാം വീഡിയോ. കണ്ടില്ല ആ ഭാഗത്ത് കുഴിയുടെ അവസ്ഥ. ഏകദേശം മാസങ്ങളായിട്ടുള്ള റോഡിൻ്റെ അവസ്ഥയാണ്. അതല്ല, വേറെ രസം എന്ന് പറയൂ, അവിടെ തന്നെ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ആളുകൾ എത്രയോ തവണ ആ വഴിക്ക് പോകുന്നു. കൂടാതെ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആ കുഴി, എന്നിട്ട് പോലും അത് ഈ കുഴി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, ഒരു ലജ്ജാകരമായിട്ട് തോന്നില്ല താങ്കൾക്ക്? അവിടുത്തെ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് എത്രയോ പേര് വഴി പോകുന്നുണ്ട്. അതും വീട്ടിന് മുമ്പിൽ ആ വീട്ടുകാർക്കെങ്കിലും ദയവ് ചെയ്ത് മെമ്പറെ അറിയിച്ച്, അല്ലെങ്കിൽ PWD ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച്, അറ്റ്ലീസ്റ്റ് ടാറിട്ടില്ലെങ്കിലും തൽക്കാലം മെറ്റലിട്ട് ഒരു കുഴി മൂടാനുള്ള സംവിധാനം ചെയ്തുകൂടെ? എത്ര പ്രാവശ്യം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ ദിവസവും ആവശ്യത്തിന് ജോലിക്ക് ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. അവരെങ്കിലും മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് ആ കുഴിയൊന്നും തൽക്കാലമെങ്കിലും മൂടാനുള്ള ഒരു സംവിധാനം ചെയ്തുകൂടത്? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, മഴക്കാലമായ തീർച്ചയായിട്ടും ആ കുഴി വെള്ളം കെട്ടുന്ന കുഴി കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇരുചക്ര വാഹനങ്ങളായ കുഴിപ്പെട്ട് വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാസങ്ങളായിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ടാവും അവസ്ഥയാണത്. എങ്ങനെ കിടക്കുന്നു? ആ വീട്ടുകാർക്കെങ്കിലും അവിടുത്തെ ആ ചുറ്റുപാടത്തെ വീട്ടുകാർക്കെങ്കിലും ഈ കുഴീൻ്റെ അവസ്ഥ അവിടുത്തെ മെമ്പറെയോ അല്ലെങ്കിൽ അവിടുത്തെ PWD ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച്, സ്വാഭാവികമായിട്ടും മെമ്പറെ അറിയിക്കുക വേണ്ടത്. അവരാണ് അവിടുത്തെ ജനപ്രതിനിധി. അപ്പോൾ അവർക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രാദേശികവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ പൊതുപ്രവർത്തകർ
ഈ ഈ റോഡിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ അറിയിച്ച് ഈ കുഴി മൂടാനുള്ള സംവിധാനമെങ്കിലും ചെയ്യണം. എന്തായാലും ബഹുമാനപ്പെട്ട മെമ്പർ ആ കുഴി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വാഹനങ്ങൾ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് 2 പ്രാവശ്യം വീഴാൻ പോയിട്ടുള്ള വ്യക്തി കൂടി ഞാൻ. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയണം. ഇനി മഴക്കാലം വരാൻ പോകുന്നത്, മഴക്കാലം തീർച്ചയായിട്ടും ഇരുചക്രത്തിൽ വരുന്നവർ ആ കുഴിപ്പെട്ട് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വീഡിയോ കണ്ടില്ല കുഴീൻ്റെ അവസ്ഥ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രാദേശികവാസികൾ ബഹുമാനപ്പെട്ട മെമ്പറെ ശ്രദ്ധപ്പെടുത്തി മെമ്പർ, ആ വാർഡ് മെമ്പർ, അവർ PWD ഉദ്യോഗസ്ഥരെ അറിയിച്ച് ആ കുഴികൾ മൂടാനുള്ള സംവിധാനങ്ങൾ ചെയ്യും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.